സർക്കാരിന്റെ പിന്തുണയോടെ ഭരണത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാണ് സമസ്ത ശ്രമിക്കുന്നത് എന്ന ആരോപണം ശക്തമാകുന്നു. മുഖ്യമന്ത്രിയുമായുള്ള സമസ്ത നേതാക്കളുടെ കൂടിക്കാഴ്ചയും പിന്നാലെ അറബിക് സർവകലാശാല, മമ്പുറം ഗവേഷണ കേന്ദ്രം, അക്കാദമിക് കലണ്ടറിൽ സാമുദായിക പരിഗണന, പെരുന്നാൾ അവധി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചതും ഇതിന് ആക്കം കൂട്ടുന്നതായിട്ടാണ് വിമർശനമുയരുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേർന്നത്. അനഘ, ഈ സമസ്ത അധികാരത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നത് ആദ്യത്തെ സംഭവമല്ല. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ, അവരുടെ ഒരു ശക്തിയാണ് ഈ ഭരണത്തിൽ തെളിയുന്നത് എന്നുള്ള ഒരു ആരോപണം തുടക്കം മുതലേ ഉണ്ട്. എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഖി വിനോദ്, ഇസ്ലാമിക മതപണ്ഡിത സഭയായിട്ടുള്ള സമസ്തയും സമസ്ത നേതാക്കളും മുഖ്യമന്ത്രി വി.ഡി. സതീശനും കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് നിർണായകമായ ചില ആവശ്യങ്ങൾ സമസ്ത നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പെരുന്നാളിന് അവധി കൂടുതൽ ഉണ്ടാകണം എന്നുള്ളതാണ്. മറ്റൊന്ന്, അറബിക് സർവകലാശാലകൾ കേരളത്തിൽ സ്ഥാപിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ മലപ്പുറം ജില്ല അത് വിഭജിക്കണം എന്നുള്ള ആവശ്യം കൂടി ഈ സമസ്ത നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ സമസ്ത നേതാക്കൾ വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഇതിൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സമസ്ത നേതാവായിട്ടുള്ള ഉമ്മർ ഫൈസി മുക്കമടക്കം നടത്തിയ പ്രസ്താവനയാണ്. അതായത് തങ്ങളുടെ ആവശ്യത്തോടെ ഏറ്റവും അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സമസ്ത മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എല്ലാം, സമസ്തയുടെ എല്ലാ ആവശ്യങ്ങൾക്കും പച്ചക്കൊടി കാണിക്കുന്ന നിലപാടിലാണ് വി.ഡി. സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് സമസ്ത നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വി.ഡി. സതീശന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതിൽ സമസ്തയടക്കമുള്ള സംഘടനകളുടെ ഒരു സമ്മർദ്ദം, സമസ്തയും മുസ്ലിം ലീഗും അടക്കമുള്ള സംഘടനകളുടെ സമ്മർദ്ദം, ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത നേതാക്കൾ പറയുന്നത്, തങ്ങളുടെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നിരിക്കുന്നത്, ആ ഒരു ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സമസ്ത നേതാക്കൾ പറയുന്നത്. എന്തായാലും സമസ്ത ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സമസ്ത കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മറ്റ് സംഘടനയോ ഒന്നുമല്ല, ഇസ്ലാമിക മത പണ്ഡിത സഭയാണ്. ഒരു ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മതത്തിന്റെ മാത്രം ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. ഇത്തരത്തിലുള്ള ഈ സംഘടന സർക്കാരിന്റെ തലത്തിൽ, ഭരണതലത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഇടപെടൽ നടത്താനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം നേരത്തെയൊക്കെ തന്നെ ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾക്ക് അക്കം കൂട്ടുന്ന രീതിയിലാണ് ഇപ്പൊ സമസ്തയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. നേരത്തെയൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തിലും സമാന രീതി തുടർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. സ്കൂൾ സമയമാറ്റം, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. ഈ 2 വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്ത് അത് അധ്യാപകരെ അറിയിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഇസ്ലാമിക മതപണ്ഡിത സഭയായിട്ടുള്ള സമസ്ത എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അങ്ങനെ എടുത്ത നിർണായകമായിട്ടുള്ള സ്കൂളിലെ ഈ തീരുമാനം, ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമും അതുപോലെ പാഠ്യപദ്ധതി വിഷയവും ഒക്കെ തന്നെ സർക്കാർ അതേപോലെ പിൻവലിക്കുന്ന, അതായത് സമസ്തയുടെ വിരട്ടലിനും വിലപേശലിനും മുട്ടുമടക്കുന്ന സർക്കാരിനെയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടത്. സമാന രീതി ഇവിടെയും വി.ഡി. സതീശൻ സർക്കാരിലും ആവർത്തിക്കുകയാണെന്ന വിമർശനമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ട് പിന്നാലെ തന്നെ സമസ്ത നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. രാഖി, വിനോദ്. ശരിയാണ്. എന്തായാലും ഭരണത്തിൽ സ്വാധീനം ഉറപ്പിക്കാനാണ് സമസ്തയുടെ ഓരോ നീക്കം എന്നുള്ളതാണ് അല്ലേ? അത് LDF ആയാലും UDF ആയാലും അവരുടെ സ്വാധീനം അത് ഭരണതലത്തിൽ പ്രകടമാണ്. ആ റിപ്പോർട്ടാണ് അനഘ നൽകിയത്.